കനകുന്ന് ചെന്നപ്പോഴത്തേനും നമ്മളെ പഴയ മോഡൽ ആന വേണ്ടി നല്ല ആന ചന്തത്തിൽ ഇങ്ങനെ കിടക്കും. അവിടെ നേരെ അകത്ത് ചെല്ലുമ്പോഴോ ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ സാർ അതിലിങ്ങനെ പോകുന്നുണ്ട്. അവിടെ നിന്ന് നേരെ അടുത്ത സെറ്റ് അതിലെ ഇങ്ങനെ നോക്കി വരുമ്പോൾ സാറുമായിട്ടൊരു വീഡിയോ ഒക്കെ എടുത്ത് നേരെ വെളിയിൽ. കേരളത്തിൽ ആദ്യമായി ലോഞ്ച് ചെയ്യാൻ പോകുന്ന പുതിയൊരു EV ബൈക്ക് മാറ്റം ഇതെന്ന് പറഞ്ഞാൽ 4 ഗിയർ ട്രാൻസ്മിഷൻ വരുന്ന ബൈക്കാണ്. ട്രിവാൻഡ്രത്താണ് ഇതിന്റെ ഫസ്റ്റ് ഷോറൂം ഓപ്പൺ ആവുന്നത്. അവിടെ നിന്ന് നേരെ താഴെ ചെല്ലുമ്പോഴത്തേക്കും നമ്മളെ പുതിയതായിട്ട് ഡിസൈൻ ചെയ്ത KSRTCയുടെ ബസ്സുകൾ ഇങ്ങനെ നിരന്ന് കിടക്കും. ഈ കാണുന്ന വോൾവോ ഇതിനെന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് 12 ഗിയർ ട്രാൻസ്മിഷൻ വരുന്ന വണ്ടിയാണ്. 6 സിലിണ്ടർ ആണ്. അത്യാവശ്യം നല്ല പുഷ് ബാക്ക് സീറ്റും തൈ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉള്ള ബസ്സാണ്. ഈ കാണുന്ന ലൈലാൻഡിന്റെ ബസ്സാണ്. ഇതെന്ന് പറഞ്ഞാൽ 6 ഗിയർ ട്രാൻസ്മിഷനും 4 സിലിണ്ടർ ബസ് വണ്ടിയാണ്. 2+1 എന്ന ബർത്ത് സീറ്റാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അത്യാവശ്യം നല്ല കുഷ്യനൊക്കെയാണ് അതിലും. അടുത്ത സൈഡിൽ കാണുന്ന സെയിം ലൈലാൻഡിന്റെ 4 സിലിണ്ടർ 6 ഗിയർ ട്രാൻസ്മിഷൻ വരുന്ന ബസ്സാണ്. ഇതെന്ന് പറഞ്ഞാൽ താഴത്തേന്ന് പറഞ്ഞാൽ പുഷ് ബാക്ക് സീറ്റും ടോപ്പിൽ എന്ന് പറഞ്ഞാൽ ബർത്ത്. ഇതും 2+1 എന്ന കാറ്റഗറിയാണ്. ഈ കാണുന്ന ടാറ്റയുടെ ഫാസ്റ്റ് പാസഞ്ചറാണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ടത്തേക്കുള്ള ബെഞ്ച് സീറ്റിനേക്കാളും കുറച്ചുകൂടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സീറ്റും കാര്യങ്ങളും. ഇതും 4 സിലിണ്ടർ 6 ഗിയർ ട്രാൻസ്മിഷൻ വരുന്ന ബസ്സാണ്. വീണ്ടും നമ്മൾ അടുത്ത സൈഡ് വരുമ്പോൾ ഈ ലിങ്ക് ബസ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മളെ ലൈലാൻഡിൻ്റെ സെയിം ബസ് തന്നെയാണ്. 4 സിലിണ്ടർ 6 ഗിയർ ട്രാൻസ്മിഷൻ വരുന്നതാണ്. പക്ഷേ നമ്മളെ ഫാസ്റ്റ് പാസഞ്ചറിൻ്റെ അതേപോലെ നല്ല കുഷ്യൻ സീറ്റും 2+2. നമ്മളെ പല പല പോർഷയും റോൾസ് റോയ്സും അങ്ങനെയുള്ള പല കമ്പനികളുടെ വണ്ടികൾ. ഇതെന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഫാർമസിസ്റ്റ് ഒപ്റ്റിക്കൽ നടത്തുന്ന ഒരു ടീമിന്റെ വണ്ടിയാണ്. അതിന്റെ ലാസ്റ്റ് സൈഡിലേക്ക് ചെല്ലുമ്പോഴോ നമ്മുടെ വില്ലീസും കാര്യങ്ങളും എല്ലാം അവിടെ ഇങ്ങനെ എടുക്കും. അവിടെ നിന്ന് കുറച്ചു നേരം കറങ്ങി അതിൻ്റെ എല്ലാം വീഡിയോ എടുത്തിട്ട് അവിടെ നേരെ അടുത്ത സൈഡിലേക്ക് വിട്ടു.